ബോൺസ് ആൻഡ് NCDs. നമുക്ക് ബോൺസും NCDസും വാങ്ങുന്നതിന് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ്. പിന്നെ ബോൺസ് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റും NCDs ഇഷ്യൂ ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനീസുമാണ്. നമ്മൾ ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒരു ലോങ് ടേം ക്യാപിറ്റൽ പ്രൈവറ്റ് കമ്പനീസ് എന്ന് പറയണ്ട, കമ്പനീസ് എന്ന് പറഞ്ഞാൽ മതി. കമ്പനീസിന് ഒരു ക്യാപിറ്റൽ ലോങ് ടേം ക്യാപിറ്റൽ ആവശ്യമുള്ള സമയത്താണ് നമ്മൾ ഈ ബോൺസ് അല്ലെങ്കിൽ NCDs ഇഷ്യൂ ചെയ്യുക. പിന്നെ NCDs തന്നെ രണ്ട് രീതിയിലുണ്ട്, സെക്യൂർഡും അൺസെക്യൂർഡും. സെക്യൂർഡ് എന്ന് പറയുമ്പോൾ ഈ കമ്പനി ഈ NCDസിലൂടെ ഡിബഞ്ചേഴ്സിലൂടെ ഈ ഗെയിൻ ചെയ്യുന്ന എമൗണ്ടിന് അസറ്റ് എന്തെങ്കിലും ഇക്വലന്റ് ആയിട്ട്, അതായത് അസറ്റോ ഇൻഷുറൻസോ എന്തെങ്കിലും ഇക്വലന്റ് ആയിട്ട് ഈട് വെക്കണം. അൺസെക്യൂർഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഈടായിട്ട് നമ്മളൊന്നും കൊടുക്കുന്നില്ല, പക്ഷെ അത് നമ്മുടെ AAA അല്ലെങ്കിൽ റേറ്റിംഗ്സ് നോക്കിയിട്ടാണ് നമ്മളത് വാങ്ങുന്നത്. പിന്നെ ബാങ്കിന്റെ FD വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കിട്ടും, പക്ഷെ കുറച്ചുകൂടി റിസ്ക് കൂടുതലായിരിക്കും NCDസിന്. പിന്നെ ഇതിന്റെ ടാക്സിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് ആയിട്ടാണെങ്കിൽ നമ്മുടെ നോർമൽ ടാക്സ് സ്ലാബ് എങ്ങനെയാണോ അതിന്റെ കൂടെയാണ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ട്. പിന്നെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് നമ്മൾ വിൽക്കുമ്പോൾ കിട്ടുന്ന ക്യാപിറ്റൽ അപ്രിസിയേഷൻ ആണെങ്കിൽ അതിന് നമുക്ക് നോർമൽ ഷോർട്ട് ടേം ടാക്സും ലോങ് ടേം ടാക്സും ആപ്ലിക്കബിൾ ആണ്. ഷോർട്ട് ടേം ആകുമ്പോൾ നോർമലി 20%, ലോങ് ടേം ആകുമ്പോൾ 12.5% ആണ് ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇത് നമുക്ക് NCDs ആകുമ്പോൾ നമുക്ക് ഈ ഹയർ ടാക്സ് സ്ലാബിലുള്ളവർക്ക് നമ്മൾ കൂടുതലും സജസ്റ്റ് ചെയ്യാറില്ല. ഇതിൽ നമുക്കൊരു 11 lakhs ആണ് നമുക്കൊരു ആനുവൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ഇവിടെ 0 ആയിരിക്കും ടാക്സ് വരിക, ഇതിൽ 15,000. പിന്നെ നമുക്ക് ഇതിലൊരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്, അതായത് ഇപ്പോൾ 11 lakhs ആണെങ്കിൽ -75,000, അപ്പോൾ 10,25,000 ഇതിനായിരിക്കും നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരാം. ഇതിലിപ്പോൾ 875. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യാം. 36, 45, 46, 18,750. ഇതായിരിക്കും 11 lakhs ടാക്സ് വരുന്ന ഒരാൾക്ക് പേ ചെയ്യേണ്ടി വരും.